ബലിവേദിയിൽ ഒരു മനമോടെ അഖില ജനാവലി അണയുകയായി സകലേശൻ തൻ തിരുമുൻപിൽ ഹൃദയവികാരം പകരുകയായി ത്യാഗത്തിൻ ബലിയിൽ ദിവ്യസ്നേഹത്തിൻ കൃപയാ ബലിവേദിയിൽ ഒരു മനമോടെ അഖില ജനാവലി അണയുകയാ സകലേശൻ തൻ തിരുമുൻപിൽ ഹൃദയവികാരം പകരുകയാ ത്യാഗത്തിൻ ബലിയിൽ ദിവ്യസ്നേഹത്തിൻ കൃപയാ പാടാം നാഥനു കീർത്തനമൊന്നായി മാനവരൊന്നായി ചേർന്നിടാം നൽകാം നാഥനു ജീവിതമൊന്നായി ഉൾത്തടമിവിടെ ഉയർത്തിടാം അനുരഞ്ജിതരാ ബലിവേദിയിൽ ഒരു മനമോടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ആണ്ടുവട്ടത്തിലെ 3-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ആണ്ടുവട്ടത്തിലെ 3-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരുസഭ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത് വചന ഞായറാഴ്ചയായിട്ട് ആചരിക്കണമെന്നുള്ളതാണ്. വചന ഞായർ, വചനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോക ജീവിതത്തിലെ വഴികളിൽ വിളക്കായിട്ട് അവിടുന്ന് കടന്നു വരികയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച യേശുനാഥൻ ജനത്തിന് എപ്രകാരമായിരുന്നോ വിളക്കായി മാറിയത്, അവിടുത്തെ വചനം നമ്മുടെ ജീവിതത്തിലും പാപാന്ധകാരത്തിൽ നിന്നും അകന്ന് വെളിച്ചമായ കർത്താവായ യേശു ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടിയായി വചനം നിലകൊള്ളുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആയതിനാൽ വചനരൂപത്തിലും ദിവ്യകാരുണ്യ രൂപത്തിലും നമ്മളിലേക്ക് കടന്നു വരുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഉൾക്കൊള്ളുവാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇന്ന് ഈ വിശുദ്ധ കുർബാനയിലൂടെ അവിടുന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ സസന്തോഷം യോഗ്യതയോടുകൂടെ സ്വീകരിക്കേണ്ടതിന് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യത്തിനായി കേണപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ.
അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനീഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനീഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ പ്രവൃത്തികൾ അങ്ങേ ഇഷ്ടാനുസരണം നയിക്കണമേ. അങ്ങനെ അങ്ങേ പ്രിയപുത്രൻ്റെ നാമത്തിൽ സത്പ്രവൃത്തികളാൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ആദ്യകാലങ്ങളിൽ സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാൻ അക്കരെയുള്ള ദേശത്തെ ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും
കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു. അവൻ വഹിച്ചിരുന്ന നുകവും അവൻ്റെ ചുമലിലെ ദണ്ഡും മർദ്ദകന്റെ വടിയും മിദ്യാന്റെ നാളിൽ എന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിന് നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, നിങ്ങളെല്ലാവരും സ്വരചേർച്ചയോടും ഐക്യത്തോടും ഏകമനസ്സോടും ഏകാഭിപ്രായത്തോടും കൂടെ വർത്തിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളുണ്ടെന്ന് ക്ലേയോയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു. ഞാൻ പൗലോസിൻ്റേതാണ്, ഞാൻ അപ്പോളോസിൻ്റേതാണ്, ഞാൻ കേപ്പയുടേതാണ്, ഞാൻ ക്രിസ്തുവിൻ്റേതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത് പൗലോസാണോ? പൗലോസിൻ്റെ നാമത്തിലാണോ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? എന്തെന്നാൽ ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകുവാനല്ല, സുവിശേഷം പ്രസംഗിക്കാനാണ്. എന്നാൽ വാഗ്വിലാസത്തോടെയല്ല, ആയിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശ് വ്യർത്ഥമാകുമായിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സബലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഇത് യേശയ്യാ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് നിവൃത്തി ആകുവാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബുലോൺ, നഫ്താലി പ്രദേശങ്ങൾ, വിജാതിയരുടെ ഗലീലി അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരിക്കുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കുവാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം സ്നാപക യോഹന്നാൻ
ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ യേശു തൻ്റെ രാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുക ആരംഭിക്കുകയാണ്. ദൈവരാജ്യ പ്രഘോഷണം അവൻ ആരംഭിച്ചത് സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോഴാണ്. അത് എവിടെ വെച്ചാണ് നടത്തപ്പെട്ടത് എന്നും ആ സ്ഥലവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ്, കാര്യമാണ്. നഫ്താലി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നഫ്താലി ഇസ്രായേൽ ജനത്താൽ അല്ലെങ്കിൽ യഹൂദരാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം മുൻകൂട്ടി അരുൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ പ്രദേശത്ത് നഫ്താലിയിലൊക്കെ ഒരു ഉദയരശ്മി ഉദയം ചെയ്യും എന്ന്. ആ പ്രകാശരശ്മിയാണ് യേശു എന്ന്. ആ യേശുവിന് വഴി കാണിക്കുവാനായിട്ടാണ്, അല്ലെ വഴികാട്ടുവാനായിട്ടാണ് സ്നാപക യോഹന്നാൻ വന്നതെന്നും ആ പ്രകാശത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് വന്നവൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ നിത്യപ്രകാശമായിരിക്കുന്ന യേശുനാഥൻ തന്നെ അവരുടെ ഇടയിലേക്ക് ആഗമനം ചെയ്യുകയാണ്, കടന്നു വരികയാണ്. അവൻ എന്തുകൊണ്ടാണ് കടന്നു വന്നിരിക്കുന്നത്? അത് ആ പ്രകാശം മരണത്തിൻ്റെ നിഴലിലും ഒപ്പം തന്നെ മരണത്തിൻ്റെ മേഖലയിലും ആയിരിക്കുന്ന ജനത്തിന് പാപത്താൽ മരണമടയത്തക്ക വിധത്തിൽ അധംപതിച്ച ലോകത്തെ ഉയർത്തുവാനായിട്ടാണ് അവിടുന്ന് കടന്നു വന്നത്. അതിന് വഴികാട്ടിയായിട്ടാണ് സ്നാപക യോഹന്നാൻ വന്നത്. ഇവിടെ സ്നാപക യോഹന്നാന്റെ ദൗത്യം എന്ന് പറയുന്നത് പ്രകാശത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നുവെങ്കിൽ ആ പ്രകാശത്തിന് സാക്ഷ്യം വഹിക്കാൻ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ബന്ധനസ്ഥനായി. ബാക്കിയുള്ള കാര്യങ്ങൾ നിത്യപ്രകാശമായി യേശു തന്നെയാണ് ഏറ്റെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷത്തിൻ്റെ ആത്മീയത നമ്മളിലേക്ക് വെളിച്ചം പകർന്നു തരുന്നത് ഇപ്രകാരമാണ്. അതായത് ദൈവത്തിന് വഴികാട്ടിയായിട്ട്, അല്ലെങ്കിൽ ലോകത്തിലെ ജനങ്ങൾക്ക് ദൈവത്തിലേക്കുള്ള വഴികാട്ടിയായിട്ട് നാം പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തന മേഖലകളിൽ നമുക്കറിയാം, ഇന്ത്യയിലും മറ്റുള്ള ദേശങ്ങളിലൊക്കെ പലയിടത്തുമൊക്കെ ആയിട്ട് ക്രൈസ്തവർക്കെതിരായിട്ടുള്ള പലവിധ ഗൂഢാലോചനകളും ഒപ്പം തന്നെ ആക്രമണങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഇന്നത്തെ സുവിശേഷം എടുത്ത് വായിക്കേണ്ടതുണ്ട്. അതായത് നീ കർത്താവിന് വേണ്ടിയിട്ട്, ആ കർത്താവിന് ദൈവത്തോടുള്ള സ്നേഹവും വിശ്വാസവും നിമിത്തം നീ ജീവിക്കുക. നീ നിന്റെ ജീവിതം ഒരു സുവിശേഷമാക്കി മാറ്റുക. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിത്യപ്രകാശമായ യേശുവിനെക്കുറിച്ചുള്ള ആ പ്രഘോഷണമാകട്ടെ നിന്റെ ജീവിതം. ഇനി അത് പകുതി വഴിക്ക് നിനക്ക് നിർത്തേണ്ട വന്നാലും, അതായത് നിന്നെ ആരെങ്കിലും അതിൽ നിന്നും വ്യതിചലിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയും ഒപ്പം തന്നെ ആ ശ്രമത്തിൽ നീ നിസ്സഹായാവസ്ഥയിലായിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ പേടിക്കേണ്ട കാര്യമില്ല. കാരണം നിന്റെ പ്രവർത്തനങ്ങൾ അവിടുന്ന് തന്നെ ഏറ്റെടുത്തോളും. സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ ചെയ്ത കാര്യങ്ങൾ തന്നെ മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതായത് സ്നാപക യോഹന്നാൻ പറഞ്ഞ അതേ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് യേശുനാഥനും തുടർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുക. അതായത് നീ നിസ്സഹായാവസ്ഥനായിരിക്കുമ്പോൾ ആ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് ദൈവം ഏറ്റെടുത്തുകൊള്ളും. നിന്റെ കുടുംബജീവിതത്തിൽ നീ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവനാമത്തിൽ ദൈവത്തോടുള്ള വിശ്വാസ നിമിത്തം നീ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ ഒരു രോഗിയായി തീർന്നിരിക്കാം. ഒപ്പം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടന്നു വന്നിട്ടുണ്ടാവാം, മറ്റുള്ള ക്ലേശങ്ങൾ വന്നിട്ടുണ്ടാവാം. നീ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള ആ കുടുംബത്തെയും ആ കുടുംബ ജീവിതത്തെയും ഒപ്പം തന്നെ മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ നീ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ കർത്താവ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്തുകൊള്ളുമെന്നാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരേ ഒരു ജീവിതം ഒരേ ഒരു ദൈവത്തിൽ, ശാശ്വതമായിട്ടുള്ള സത്യദൈവമായ യേശുവിൽ
വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവിടുന്ന് അത് ഏറ്റെടുത്തുകൊണ്ട് ആ കുറവിനെ നിറവുകളാക്കി മാറ്റുന്ന സ്നേഹ സാന്നിധ്യത്തിന് ഉടമയായ ദൈവം നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ആ ഉറച്ച ബോധ്യത്തോട് വിശ്വാസത്തോടുകൂടെ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രകടമാക്കിക്കൊണ്ട് ഏറ്റുപാടാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങള എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കു മുൻപു പിതാവിൽ നിന്നു ജനിച്ചോരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നൂറുഹായ ധന്യ ശരീരമെടുത്തു നരനായി പന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാ പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ ഈ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറി ഇരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാടാ തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥ്യനും പൂജ്യനും ആകും റൂഹായി. വേദപ്രവാചകൻ മാർവഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റം ഉറപ്പായി
വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കാത്തോലിക്ക അപ്പോസ്തോലിക്ക സഭയിൽ പാപവിമോചനം ഏകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർ ഉള്ളോരുയർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റം ഉറപ്പായിഹത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. ആ ആ ആ പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. സ്നേഹപിതാവായ ദൈവമേ, തിരുസഭയെ നയിക്കാൻ അങ്ങ് ഭരമേൽപ്പിച്ച പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് പിതാവിനെയും മറ്റെല്ലാ വൈദികരെയും, പ്രത്യേകമായി ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജോഷിയച്ചനെയും ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. കാലത്തിൻ്റെ ചുവടുകൾക്ക് അനുസൃതമായും വിശുദ്ധിയിലും സഭാമക്കളെ മുന്നോട്ട് നയിക്കുവാൻ ആത്മാവിൻ്റെ എല്ലാ വരദാനങ്ങളും നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും പ്രഭു പ്രഭു, പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ രാഷ്ട്രത്തിലെ എല്ലാ നേതാക്കന്മാരും സത്യത്തിലും സമത്വത്തിലും അടിയുറച്ച ഭരണം കാഴ്ചവെച്ചുകൊണ്ട് രാജ്യത്തെ പുരോഗതിയുടെ പാതയിലൂടെ നയിക്കുവാൻ അവരെ ശക്തരാക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും പ്രഭു പ്രഭു, പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും. സ്നേഹീശോയെ, ഈ അൾത്താരയ്ക്ക് ചുറ്റും അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ദൈവവചനം ആരുടെ അടുക്കിലേക്ക് വന്നുവോ അവരെ അവർ ദൈവങ്ങളെന്ന് വിളിച്ചു എന്ന അവിടുത്തെ വാഗ്ദാനത്തിൽ ഞങ്ങൾ ഓരോരുത്തരും നിറയപ്പെടുവാനും അവിടുത്തെ വചനം ഈ ലോകമെങ്ങും എത്തിക്കുവാനും അങ്ങനെ അങ്ങയുടെ ജീവിക്കുന്ന സുവിശേഷങ്ങളായി ഞങ്ങൾ മാറ്റപ്പെടുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും പ്രഭു പ്രഭു, പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും. സ്നേഹീശോയെ, ഞങ്ങളുടെ എല്ലാ യുവാക്കളെയും അങ്ങയുടെ കരതാരിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിലെ ഓരോ മനുഷ്യജീവനും ഈശ്വര നിയോഗത്താൽ അയക്കപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൻ്റെ മായാവലയങ്ങളിൽ പെട്ടുപോകാതെ അവരുടെ ജീവനും സുസ്ഥിരതയ്ക്കും ആവശ്യമായ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളുടെ യുവാക്കളെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും പ്രഭു പ്രഭു, പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും. സ്വർഗീയ ഭവനത്തിൻ്റെ കവാടം ഞങ്ങൾക്കായി തുറന്നു തന്ന ഈശോയെ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവരുടെയും ആത്മാക്കളെ, വിശിഷ്യ ഞങ്ങളുടെ പ്രശാന്തച്ഛൻ്റെ ആത്മാവിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലോക ജീവിതത്തിലായിരുന്നപ്പോൾ
എന്തെങ്കിലും കുറവുകൾ വന്നു പോയെങ്കിൽ അവയെല്ലാം ക്ഷമിച്ച് അവിടുത്തെ സ്വർഗീയ വൃന്ദത്തോടൊപ്പം അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ അച്ഛൻ്റെ ആത്മാവിനെയും അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും പ്രഭു പ്രഭോ, പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും. ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ രക്ഷയെന്ന ബലിപീഠത്തെങ്കിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഹൃദയതാലത്തിൽ കാഴ്ചയേകാനാ വരുന്നിതാ ഞങ്ങൾ, സ്വീകരിക്കണമേ. നിറയുമീ കാസയിൽ ഉയരുമീ പീലാസയിൽ, ഏഴയാമൻ ആത്മവ്യഥകൾ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥ, സർവവും കാഴ്ചയേക. സ്വീകരിക്കണമേ നാഥ, സർവവും കാഴ്ചയേക. ഹൃദയതാലത്തിൽ കാഴ്ചയേകാനാ വരുന്നിതാ ഞങ്ങൾ, സ്വീകരിക്കണമേ. നിറയുമീ കാസയിൽ ഉയരുമീ പീലാസയിൽ, ഏഴയാമൻ ആത്മവ്യഥകൾ സമർപ്പിക്കുന്നു. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ പ്രീതിയോടെ സ്വീകരിക്കണമേ. അവ വിശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് രക്ഷയായി ഭവിക്കുവാൻ കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവിനാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാകുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവള്ളം നിറവേറ്റിക്കൊണ്ടോ പരിശുദ്ധമായ ഒരു ജനത്തെ നേടി തന്നുകൊണ്ടോ പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണോന്മൂലനം ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങളും ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകൾ
നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമായി ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങളെ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയുയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടി നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച് സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ
എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങളുടെ താത, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയം ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല, പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കു ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണം. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവിലേക്ക് വരികയും
പ്രകാശിതരാക്കി ആയിരിക്കുകയും ചെയ്യവേൻ. നിങ്ങളുടെ മുഖം ലജ്ജിക്കാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ ജീവദായകമായ കൃപ സ്വീകരിച്ചുകൊണ്ട് അങ്ങേ ദാനത്തിൽ എപ്പോഴും ഞങ്ങൾ അഭിമാനം കൊള്ളുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. കർമ്മല സുമമേ, നിർമ്മല സുമമേ, നിത്യവിശുദ്ധേ, കർമ്മല റാണി, നിർധരരാകും നിൻ സുതരിവരിൽ എന്നും താങ്ങും തണലും നീ, എന്നും താങ്ങും തണലും നീ. കർമ്മല സുമമേ, നിർമ്മല സുമമേ, നിത്യവിശുദ്ധേ, കർമ്മല റാണി, നിർധരരാകും നിൻ സുതരിവരിൽ എന്നും താങ്ങും തണലും